പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ രാവിലെ തന്നെ കുറച്ച് നല്ല വാർത്തകൾ നിങ്ങളിലേക്ക് ഷെയർ ചെയ്യാനായിട്ടുണ്ട്. ആദ്യത്തെ വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ എല്ലാവരുടെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഫലമായിട്ടാവണം സിവിൽ പോലീസ് ഓഫീസറിലേക്ക് 1200 പുതിയ ഒഴിവുകളും അതുപോലെ തന്നെ വിമൻ സിവിൽ പോലീസ് ഓഫീസറിലേക്ക് 20 പുതിയ ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ എന്തായാലും ഇത്തവണ റാങ്ക് ലിസ്റ്റിൽ കയറിയവരിൽ നിന്നുള്ള 1200 പേര് CPO എന്നും Wcpo 200 പേർക്ക് കൂടി നിലവിൽ ഇനിയിപ്പോ നമ്മുടെ ലെറ്റേഴ്സും കാര്യങ്ങളൊക്കെ പോകാനായിട്ടുള്ള ചാൻസുകൾ, അഡ്വൈസും കാര്യങ്ങളൊക്കെ പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പൊ എന്തായാലും ഒഴിവുകൾ ഇനിയും കൂടുതൽ തന്നെ ചെയ്യുമെന്ന് തന്നെ നമുക്ക് പ്രതീക്ഷിക്കാം. എന്തായാലും റാങ്ക് ലിസ്റ്റിലുള്ളവർക്ക് മുന്നോട്ടുള്ള ഒരു പ്രതീക്ഷ കൂടി തന്നെയാണ് ഈ ഒരു വാർത്ത എന്ന് പറയുന്നത്. അപ്പൊ നമ്മുടെ എല്ലാവരെയും കൂട്ടായ പരിശ്രമത്തിന്റെ ഒരു ഫലമായിട്ടായിരിക്കണം എന്തായാലും ഈ ഒരു കാര്യം നിലവിൽ വന്നിട്ടുള്ളത്. എന്തായാലും നല്ലൊരു വാർത്ത തന്നെയാണ്. അതുപോലെ തന്നെ ഇപ്പോൾ സിവിൽ പോലീസ് ഓഫീസർ എഴുതിയ ഉദ്യോഗാർത്ഥികൾ കൂടി ഒരു വാർത്തയുണ്ട്. അത് മറ്റൊന്നുമല്ല, നമ്മുടെ സിവിൽ പോലീസ് ഓഫീസർ തസ്തിക ഉൾപ്പെടെ 20 തസ്തികകളിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് വരാനായിട്ട് പോകുന്നുണ്ട്. ഫിസിക്കലിന് വേണ്ടിയിട്ട് നിങ്ങൾ തയ്യാറാകുക കേട്ടോ. ഫിസിക്കലിന് വേണ്ടിയിട്ട് തയ്യാറാവുക, ആ ഒരു കാര്യം ശ്രദ്ധിക്കുക. ഇനിയിപ്പോൾ എന്തായാലും ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട്. അപ്പൊ എന്തായാലും ആവറേജ് മാർക്കുള്ളവർ തീർച്ചയായിട്ടും എന്ത് ചെയ്യുക, നിങ്ങളുടെ ഫിസിക്കലിലേക്കുള്ള പ്രിപ്പറേഷൻസ് സ്റ്റാർട്ട് ചെയ്യുക. അപ്പോൾ ഏതൊക്കെ തസ്തികകളിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് ആണ് വരുന്നതെന്ന് ഞാൻ പറയാം. അതിനു മുന്നേ നമുക്ക് എന്തായാലും ആദ്യം പറഞ്ഞിട്ടുണ്ടായിരുന്ന ഈ ഒരു വാർത്ത, ഈ ഒരു സിവിൽ പോലീസ് ഓഫീസറിന്റെയും വിമൻ സിവിൽ പോലീസ് ഓഫീസറിന്റെയും ഒഴിവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കണം. അപ്പൊ അതിനു മുന്നേ ഒരു ചെറിയൊരു കാര്യം കൂടി പറയാനുണ്ട്. നമ്മുടെ ഫയർമാന്റെ ക്ലാസ്സുകൾ നമ്മുടെ ചാനലിൽ വളരെ നല്ല രീതിയിൽ തന്നെ സ്റ്റാർട്ട് ചെയ്ത് വരികയാണ്. അപ്പോൾ ഫയർമാന്റെ ഡിജിറ്റൽ നോട്ട്സ് മെറ്റീരിയൽസ് എന്ന് പറയുമ്പോൾ നമ്മുടെ യൂട്യൂബ് ക്ലാസ് എടുക്കുന്നതിന്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള നോട്ട്സും മെറ്റീരിയൽസും ഒക്കെ കിട്ടുന്നതിന് വേണ്ടിയിട്ട് വളരെ ചെറിയൊരു ഫീ മാത്രമേ ഉള്ളൂ, 100 രൂപ മാത്രമേ ഉള്ളൂ. ഇത് പരീക്ഷ തലേ ദിവസം വരെ നിങ്ങൾക്ക് എന്ത് ചെയ്യും, ഇതിൽ നിന്നുള്ള നോട്ട്സും മെറ്റീരിയൽസ് നിങ്ങൾക്ക് കിട്ടുന്നതായിരിക്കും. അപ്പോൾ ഈ നോട്ട്സിന്റെ മെറ്റീരിയൽസ് കിട്ടുന്നതിന് വേണ്ടിയിട്ട് മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ എന്ത് ചെയ്യുക, ഒന്ന് ഈ ഒരു പേയ്മെന്റ് നടത്തിയ ശേഷം ഈ ഒരു 100 രൂപ അയച്ച ശേഷം നിങ്ങൾ അതിന്റെ ഒരു സ്ക്രീൻഷോട്ട് ഈ ഒരു നമ്പറിലേക്ക് നിങ്ങൾ ഷെയർ ചെയ്യണമെന്നുണ്ടെങ്കിൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് ആഡ് ചെയ്യും. എന്തായാലും നിങ്ങൾക്ക് യൂസ്ഫുൾ തന്നെയായിരിക്കും കേട്ടോ. അപ്പൊ എന്തായാലും നമ്മൾ ആദ്യം പറഞ്ഞ ഒരു വാർത്തയുടെ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. അതിലേക്ക് പോകുമ്പോഴത്തേക്കും സിവിൽ പോലീസ് ഓഫീസറിലേക്ക് പുതിയ 1200 വേക്കൻസികൾ, 1200 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടെന്ന് തന്നെയാണ് പറയുന്നത്. അങ്ങനെ ആകെ നിയമന ശുപാർശ സിവിൽ പോലീസ് ഓഫീസറിന്റേത് 3457 ആകുമെന്ന് പറയുന്നുണ്ട്. കഴിഞ്ഞ വർഷത്തെ അപേക്ഷിച്ച് നോക്കുമ്പോൾ ഇത് വളരെ കുറവ് തന്നെയാണ്. എന്തായാലും ഒഴിവുകൾ ഇനിയും റിപ്പോർട്ട് ചെയ്യുമെന്ന് തന്നെ പ്രതീക്ഷിക്കാം. നിങ്ങളുടെ ശ്രമങ്ങൾ ഇവിടെ അവസാനിപ്പിക്കേണ്ട, ഞാനും നിങ്ങൾക്ക് വേണ്ടി കൂടെ തന്നെ ഉണ്ടാവും. അപ്പൊ എന്തായാലും നിങ്ങളുടെ എല്ലാ ബുദ്ധിമുട്ടുകളും അഡ്രസ്സ് ചെയ്തുകൊണ്ട് തന്നെ എന്റെ എല്ലാ സപ്പോർട്ടും നിങ്ങളുടെ ഭാഗത്ത് നിന്ന്, അല്ല എന്റെ ഭാഗത്ത് നിന്ന് നിങ്ങൾക്ക് വേണ്ടിയിട്ടുണ്ടാവും. അപ്പൊ എന്തെങ്കിലുമൊക്കെ ഇതേപോലത്തെ പ്രശ്നങ്ങളും കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ എന്നെ അറിയിക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ന്യായമായതാണെങ്കിൽ ഞാൻ തീർച്ചയായിട്ടും നിങ്ങളുടെ കൂടെ തന്നെ ഉണ്ടാവും കേട്ടോ. അപ്പൊ സിവിൽ പോലീസ് ഓഫീസറിലേക്ക് പുതിയ 1200 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അപ്പൊ ഞാൻ പറഞ്ഞ പോലെ തന്നെ അങ്ങനെ ആകെ മൊത്തത്തിൽ 3457 ഒഴിവുകളാവും. അപ്പൊ സിവിൽ പോലീസ് ഓഫീസറിന്റെ വകുപ്പിലാണെങ്കിൽ സിവിൽ പോലീസ് ഓഫീസർമാരുടെ 1200 ഒഴിവുകളോട് നമ്മുടെ കേരള പോലീസിലേക്ക് PSC റിപ്പോർട്ട് ചെയ്തു. വിവിധ ബറ്റാലിയനിലേക്കായിട്ട് നിലവിലുള്ള റാങ്ക് ലിസ്റ്റിൽ നിന്ന് ഇത്രയും പേർക്ക് നിയമന ശുപാർശ ലഭിക്കും. ഏറ്റവും കൂടുതൽ ഒഴിവ് ലഭിച്ചിട്ടുള്ളത് KAP 3-ലാണ്. അപ്പൊ നമുക്ക് ആ ഒരു ഒഴിവുകളുടെ കാര്യം നോക്കാം അല്ലേ, ആ ഒരു ഒഴിവുകളുടെ കേസ് നമുക്ക് നോക്കാം. നിലവിൽ റിപ്പോർട്ട് ചെയ്ത ഒഴിവുകൾ അല്ലെങ്കിൽ പുതുതായിട്ട് റിപ്പോർട്ട് ചെയ്ത ഒഴിവുകളിൽ ഏറ്റവും കൂടുതൽ ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടായിരുന്നത് KAP 3-ലാണ്. പത്തനംതിട്ട KAP 3-ലാണ്. KAP 3-ൽ 206 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ താഴെ ഏറ്റവും കൂടുതൽ റിപ്പോർട്ട് ചെയ്തിട്ടുള്ള ഒഴിവുകൾ എന്ന് പറയുന്നത് നമ്മുടെ MSP-ലാണ്, മലപ്പുറത്താണ്. MSP-ലാണ് 189 ഒഴിവുകൾ. MSP-ലല്ല, എറണാകുളത്താണ്. KAP 1-ലാണ് കേട്ടോ. KAP 1-ലാണ്. KAP 1-ൽ 191 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. അതിന്റെ താഴെ നമ്മുടെ MSP വരുന്നുണ്ട്. MSP-ൽ പുതുതായിട്ട് 189 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. ബാക്കി ഒഴിവുകൾ എത്രയാണെന്ന് നമുക്ക് നോക്കാം. തിരുവനന്തപുരത്ത് അല്ലെങ്കിൽ SAP-ൽ 175 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. മലപ്പുറത്ത് ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു 189 ഒഴിവുകളാണ് മലപ്പുറത്ത് റിപ്പോർട്ട് ചെയ്തിട്ടുള്ളത്. എറണാകുളം KAP 1-നകത്താണെങ്കിൽ 191 ഒഴിവുകളാണ്. തൃശ്ശൂർ KAP 2-ൽ 141 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു. പത്തനംതിട്ട KAP 3-ൽ 206 ഒഴിവുകളാണ് റിപ്പോർട്ട് ചെയ്തത്. കാസർഗോഡ് KAP 4-ൽ 142 ഒഴിവുകൾ റിപ്പോർട്ട് ചെയ്തു. ഇടുക്കിയിൽ KAP 5-ൽ 156 ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. അങ്ങനെ ആകെ മൊത്തത്തിൽ 1200 പുതിയ ഒഴിവുകളാണ് സിവിൽ പോലീസ് ഓഫീസറിലേക്ക് റിപ്പോർട്ട് ചെയ്തത്. അപ്പൊ എന്തായാലും നിലവിലെ റാങ്ക് ലിസ്റ്റ് ഉള്ളവരിലും മുന്നോട്ട് നിൽക്കുന്ന ഇത്രയും പേർക്ക് എന്ത് ചെയ്യും, നിയമന ശുപാർശ ലഭിക്കുന്നതായിരിക്കും കേട്ടോ. എന്തായാലും നല്ലൊരു വാർത്ത തന്നെയാണ്. അതുപോലെ തന്നെ നമ്മുടെ വിമൻ സിവിൽ പോലീസ് ഓഫീസർ, വനിതാ സിവിൽ പോലീസ് ഓഫീസറിന് നല്ലൊരു വാർത്ത കൂടിയുണ്ട്. അവർക്കും എന്ത് ചെയ്യുന്നുണ്ട്, 200 ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്തിട്ടുണ്ട്. വനിതാ സിവിൽ പോലീസ് ഓഫീസർ തസ്തികയുടെ 200 ഒഴിവുകൾ കൂടി റിപ്പോർട്ട് ചെയ്തു. ഇതുവരെ 346 പേർക്കാണ് ഈ ലിസ്റ്റിൽ നിന്ന് നിയമന ശുപാർശ ലഭിച്ചത്. പുതിയ ഒഴിവുകൾ കൂടി പുതിയ ഒഴിവുകൾ കൂടി വരുന്നതോടുകൂടി ആകെ മൊത്തത്തിൽ 546 ആയിട്ട് ഈ ഒരു നിയമന ശുപാർശ വർദ്ധിക്കും. റാങ്ക് ലിസ്റ്റിലെ ഇപ്പോഴത്തെ നിയമന നില
ഓപ്പൺ മെറിറ്റ് ലിസ്റ്റിൽ നിന്ന് 286 പേർക്ക്, ഈഴവയിൽ നിന്ന് 289 പേർക്ക്, ST-യിൽ നിന്ന് 498 പേർക്ക്, അതുപോലെ മുസ്ലിം സപ്ലിമെന്ററിയിൽ നിന്ന് 14 പേർക്ക്. അങ്ങനെ ആകെ മൊത്തത്തിൽ നിങ്ങൾ ഇവിടെ കാണുന്ന പോലെയാണ് നമ്മുടെ നിലവിലത്തെ WCPOയുടെ ഈ ഒരു അഡ്വൈസ് ഡിസ്ട്രിബ്യൂഷൻ പോയിരിക്കുന്നത്. എന്തായാലും പുതിയ 200 പേർക്ക് കൂടി നമ്മുടെ നിലവിലെ WCPOയിൽ നിയമന ശുപാർശ ലഭിക്കാൻ പോകുന്നുണ്ട്. നല്ലൊരു വാർത്ത തന്നെയാണ്. അങ്ങനെ സിവിൽ പോലീസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 7 ബറ്റാലിയനുകളിലേക്കായിട്ട് നിലവിൽ ഇതുവരെ 2257 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. ഏറ്റവും കൂടുതൽ നിയമന ശുപാർശ നിലവിൽ ലഭിച്ചിട്ടുള്ളത് MSPയിലാണ് കേട്ടോ. MSPയിൽ മൊത്തത്തില് നമ്മുടെ MSPയില് ശുപാർശ ലഭിച്ചത് 444 പേർക്കാണ്. ഏറ്റവും കുറവ് ഇടുക്കിയിലാണ്, അല്ലെങ്കിൽ KP5-ലാണ്. KP5-ല് നിലവിലെ 191 ഒഴിവുകൾ അല്ലെങ്കിൽ ശുപാർശകൾ മാത്രമേ പോയിട്ടുള്ളൂ. മറ്റു ബറ്റാലിയനുകളിൽ നടന്ന നിയമന ശുപാർശ തിരുവനന്തപുരം അല്ലെങ്കിൽ SAP സ്പെഷ്യൽ ആംഡ് പോലീസിൽ നിന്ന് 282 പേര്, വളരെ കുറവാണ് SAPയിലൊക്കെ നിലവിൽ. SAPയിൽ 282. നമ്മുടെ എറണാകുളം അല്ലെങ്കിൽ KP1-ല് നിലവിലിപ്പോ ശുപാർശ ലഭിച്ചിട്ടുള്ളത് 272 പേർക്കാണ്. തൃശ്ശൂർ അല്ലെങ്കിൽ KP2 അല്ലെ, KP2-ല് നിയമന ശുപാർശ ലഭിച്ചിട്ടുണ്ടായിരുന്നത് 311 പേർക്കാണ്. അതുപോലെ തന്നെ പിന്നെ വരുന്നതാണ് KP3 അല്ലെങ്കിൽ പത്തനംതിട്ടയിൽ നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് 310 പേർക്കാണ്. KP3-ല് 410 പേർക്കാണ്. 410 പേർക്കാണ് നമ്മുടെ KP3-ല് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത്. കാസർഗോഡ് അല്ലെങ്കിൽ KP4-ല് നിയമന ശുപാർശ ലഭിച്ചിട്ടുള്ളത് 347 പേരായിട്ടുണ്ട്. അപ്പൊ മുൻ റാങ്ക് ലിസ്റ്റിൽ നിന്ന് 5610 പേർക്കാണ് നിയമന ശുപാർശ ലഭിച്ചിരുന്നത്. അപ്പൊ എന്തായാലും പകുതി പോലും ആയിട്ടില്ല. അപ്പൊ എന്തായാലും കഴിഞ്ഞ പ്രാവശ്യം ഞാൻ പറഞ്ഞിട്ടുണ്ടായിരുന്നു, കഴിഞ്ഞ പ്രാവശ്യം ഏകദേശം 5610 പേർക്ക് നിയമന ശുപാർശ പോയിട്ടുള്ളിടത്ത് നിലവിൽ ഇപ്പോൾ 2000-ഉം 3000-ഉം ഒക്കെ മാത്രമേ ആയിട്ടുള്ളൂ. എന്തായാലും കഴിഞ്ഞ റാങ്ക് ലിസ്റ്റിന്റെ അത്രയും പേര് എടുക്കുക, അല്ലാന്നുണ്ടെങ്കിൽ അതിൽ കൂടുതൽ എടുക്കുക. അല്ലാതെ ഈ ഒരു പരിപാടി ശരിയായി വരത്തില്ല. അപ്പൊ എന്തായാലും കേരള പോലീസിലൊക്കെ ആവശ്യം പോലെ ഒഴിവുകളുള്ളതാണ്. കേരള പോലീസ് സേനയിൽ തന്നെയാണ് ഏറ്റവും കൂടുതൽ ഒഴിവുകൾ വേണ്ടതും. അവിടെ ഇങ്ങനെ നിയമന ശുപാർശകൾ വെട്ടിച്ചുരുക്കേണ്ട ഒരു കാര്യവുമില്ല. ഓക്കെ, ഇവിടെ പ്രൈവറ്റ് ജെറ്റ് വാങ്ങിക്കാനൊക്കെ പ്രൈവറ്റ് ജെറ്റും വിമാനവും വാങ്ങിക്കാൻ കാശുള്ളവർക്ക് എന്തായാലും ശമ്പളം കൊടുക്കാനും കാശുണ്ടാവും. അപ്പൊ അതുപോട്ടെ. അപ്പൊ എന്തായാലും ഇതാണ് നമ്മുടെ നിയമന ശുപാർശയിലെ വിശദാംശങ്ങൾ എന്ന് പറഞ്ഞിട്ട് നമ്മുടെ സിവിൽ പോലീസ് ഓഫീസറിന്റെ വിശദാംശങ്ങളാണ് ഇവിടെ കൊടുത്തിട്ടുള്ളത്. ആവശ്യമുള്ളവർ എന്ത് ചെയ്യുക, ജസ്റ്റ് ഒരു സ്ക്രീൻഷോട്ട് എടുത്തിട്ട് നിങ്ങൾക്ക് അന്ന് വെരിഫൈ ചെയ്ത് നോക്കാം കേട്ടോ. അപ്പൊ എന്തായാലും നമുക്ക് ബാക്കിയുള്ള വാർത്തകളിലേക്ക് തന്നെ കിടക്കാം. അടുത്ത വാർത്ത എന്ന് പറയുന്നത് നമ്മുടെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ ലിസ്റ്റിന്റെ കാര്യത്തിലും ദയനീയം എന്നാണ് പറയുന്നത്. അതുപോലെ തന്നെ നമ്മുടെ ഫയർ വുമന്റെ NCA വിജ്ഞാപനം തുടങ്ങിയിട്ടുണ്ട്. ഷോർട്ട് ലിസ്റ്റിൽ ഉദ്യോഗാർത്ഥികൾ തീരെ കുറവാണെന്നാണ് പറയുന്നത്. മുൻ ലിസ്റ്റിന്റെ പകുതി മാത്രമേ വനിതാ സിവിൽ എക്സൈസിന്റെ ലിസ്റ്റിലേക്ക് വരുന്നുള്ളൂ കേട്ടോ. അതും എന്തായാലും വളരെ മോശമായിട്ടുള്ള ഒരു കാര്യം തന്നെയാണ്. നിങ്ങൾക്ക് ഇവിടെ അതിന്റെ ഒരു ലിസ്റ്റ് ഇവിടെ കാണാനായിട്ട് കഴിയും. തിരുവനന്തപുരത്തിന്റെ വന്നിട്ടില്ല, ഇതുവരെ വന്നിട്ടില്ല. കൊല്ലത്തിന്റെ വന്നിട്ടില്ല, ഇടുക്കി വന്നിട്ടില്ല, തൃശ്ശൂർ വന്നിട്ടില്ല, പിന്നെ പാലക്കാട്, മലപ്പുറം, കോഴിക്കോട്, വയനാട് എന്നീ ജില്ലകളിൽ വന്നിട്ടില്ല. പക്ഷേ മെയിൻ ലിസ്റ്റിൽ വന്നവരുടെ എണ്ണം നിങ്ങൾ നോക്കി നോക്കിയേ. പത്തനംതിട്ടയിൽ നിന്നാണെങ്കിൽ 109 പേര് മാത്രമേ ഉള്ളൂ. പത്തനംതിട്ടയിൽ 109 പേരുടെ ലിസ്റ്റും അതിന്റെ കട്ട് ഓഫ് വന്നിട്ടുള്ളത് 63 മാർക്കുമാണ്. അതുപോലെ തന്നെ ആലപ്പുഴയിൽ മെയിൻ ലിസ്റ്റിൽ 92 പേരും കട്ട് ഓഫ് 62. കോട്ടയത്താണെങ്കിൽ 98, കട്ട് ഓഫ് 62. പിന്നെ വന്നിട്ടുള്ളത് തൃശ്ശൂർ 173, കട്ട് ഓഫ് 63. നമ്മുടെ വയനാടാണെങ്കിൽ 109 പേരുടെ ലിസ്റ്റ്, കട്ട് ഓഫ് 60, ഏറ്റവും കുറവ് നമ്മുടെ വയനാട്ടിലാണ്. പിന്നെ കണ്ണൂർ 128 പേരുടെ ലിസ്റ്റ്, കട്ട് ഓഫ് 65.67. കാസർഗോഡ് 94 പേരുടെ ലിസ്റ്റ്, കട്ട് ഓഫ് എന്ന് പറയുന്നത് 62.33. ഇതാണ് നിലവിൽ നമ്മുടെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ കാര്യം. തസ്തികകൾക്ക് അല്ലെങ്കിൽ ഒഴിവുകൾ കൊടുക്കാൻ പറ്റുമെന്നുണ്ടെങ്കിൽ ദയവീത് അതിനനുസരിച്ചുള്ള റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്യുക. അപ്പൊ എന്തായാലും ഈ റാങ്ക് ലിസ്റ്റ് പബ്ലിഷ് ചെയ്തവർക്കെങ്കിലും ദയവീത് ജോലി കൊടുക്കാനായിട്ട് ശ്രമിക്കുക കേട്ടോ. ആ കാര്യം ഒന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം, നമ്മുടെ വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ തന്നെ കഴിഞ്ഞ പ്രാവശ്യം റാങ്ക് ലിസ്റ്റിൽ ഉൾപ്പെട്ടവരുടെ എണ്ണം 627 ആണ്. ഈ 627 പേരിൽ 172 പേർക്ക് മാത്രമേ എന്ത് ചെയ്തിട്ടുള്ളൂ, നിയമന ശുപാർശ പോയിട്ടുള്ളൂ എന്നുള്ള കാര്യം കൂടി വനിതാ സിവിൽ എക്സൈസ് ഓഫീസറിന്റെ റാങ്ക് ലിസ്റ്റിലുള്ളവരെ ജസ്റ്റ് ഒന്ന് അറിഞ്ഞിരിക്കുക. അപ്പൊ എന്തായാലും ബാക്കിയുള്ള വാർത്തകളിലേക്ക് കടക്കാം. 55 തസ്തികകളിലേക്ക് കേരള PSCയുടെ വിജ്ഞാപനം വരുന്നുണ്ട്.
അപ്പോൾ അങ്ങനെയുള്ള വിജ്ഞാപനങ്ങൾ ഇതൊന്ന് ശ്രദ്ധിക്കണം. ഈ 55 തസ്തികയിലേക്കുള്ള വിജ്ഞാപനം വരുന്നുണ്ട്. ഏറ്റവും പ്രധാനപ്പെട്ട വിജ്ഞാപനങ്ങളും കാര്യങ്ങളും ഒക്കെ നമ്മുടെ പുതിയ ചാനലിൽ എന്ന് പറയുമ്പോൾ പുതിയ സെക്കൻഡ് ചാനലിലാണ് ഇപ്പോൾ അത് അപ്ലോഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലുള്ള അപ്ഡേറ്റ്സുകൾ എന്ന് പറഞ്ഞാൽ PSCയിൽ വരുന്ന ഏറ്റവും പ്രധാനപ്പെട്ട നിയമനവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അപ്ഡേറ്റുകൾ, റാങ്ക് ലിസ്റ്റുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള അപ്ഡേറ്റുകൾ, പുതിയ തസ്തികകളുടെ വേക്കൻസികളും കാര്യങ്ങളുമായിട്ടുള്ള ബന്ധപ്പെടുത്തിയിട്ടുള്ള അപ്ഡേറ്റുകൾ എല്ലാം നമ്മൾ പുതിയൊരു സെക്കൻഡ് ചാനലിലാണ് സ്റ്റാർട്ട് ചെയ്തിട്ടുള്ളത്. ഇപ്പോൾ ആ ചാനലിൽ ഏകദേശം 2000 സബ്സ്ക്രൈബേഴ്സ് ഉണ്ട്. 2K സബ്സ്ക്രൈബേഴ്സ് ഉള്ള ഒരു ചാനലാണ്. അപ്പോൾ ആ ചാനലിന്റെ പേര് PSC അപ്ഡേറ്റ്സ് നോളജ് ഫാക്ടറി എന്ന് തന്നെയാണ്. അപ്പോൾ അതിന്റെ ലിങ്ക് ഞാൻ നമ്മുടെ ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റ് ആയിട്ട് പിൻ ചെയ്തേക്കാം. നമ്മുടെ വീഡിയോ കാണുന്ന എല്ലാവരും എന്ത് ചെയ്യുക, ആ ഒരു ചാനലിലൂടെ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട അപ്ഡേറ്റ്സുകൾക്ക് വേണ്ടിയിട്ട് മാത്രം കൊണ്ടുവന്നിട്ടുള്ള എക്സ്ക്ലൂസീവ് ചാനലാണ് കേട്ടോ. അപ്പോൾ എന്തായാലും നിങ്ങളുടെ സപ്പോർട്ട് ഉണ്ടാവണം. ആ ഒരു ചാനലിലൂടെ നിങ്ങളൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനായിട്ട് മറക്കരുത്. ഓക്കെ, അപ്പോൾ എന്തായാലും നമുക്ക് ബാക്കിയുള്ള അപ്ഡേറ്റുകളിലേക്ക് തന്നെ കടക്കാം. ഒഴിവുകളുടെ റിപ്പോർട്ടിംഗ് വൈകരുതെന്ന് മന്ത്രി രാജീവ് നമ്മുടെ ലാൻഡ് റവന്യൂ മന്ത്രിയാണ് അല്ലെ. അപ്പോൾ ഒഴിവുകൾ PSC അറിയിക്കുന്നതിൽ കാലതാമസം പാടില്ലെന്ന് മന്ത്രി P. രാജീവ് നിർദ്ദേശിച്ചു. ഇപ്പോൾ പ്രത്യേക സോഫ്റ്റ്വെയർ സംവിധാനം വഴി കാലതാമസം ഇല്ലാതെ ഒഴിവുകൾ PSCക്ക് റിപ്പോർട്ട് ചെയ്യാൻ കഴിയും. ഒഴിവുകളാകുമ്പോൾ തന്നെ PSC അറിയിക്കണമെന്ന് ഉദ്യോഗസ്ഥർക്ക് നിർദ്ദേശം നൽകിയിട്ടുണ്ടെന്നും നിയമസഭയിൽ കേരള പബ്ലിക് സർവീസ് കമ്മീഷന്റെ ഭേദഗതി ബില്ലിൽ ചർച്ചയുടെ മറുപടിയിൽ മന്ത്രി വ്യക്തമാക്കി. അപ്പോൾ എന്തായാലും കുറച്ച് കാര്യങ്ങളൊക്കെ ചർച്ച ചെയ്തിട്ടുണ്ട്. അതിന്റെ ഡീറ്റെയിൽസ് നിയമസഭയിൽ നടത്തിയിട്ടുള്ള ഡീറ്റെയിൽസ് എന്തൊക്കെയാണെന്നുള്ള കാര്യം ഞാനൊന്ന് അന്വേഷിച്ചിട്ട് അതുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ടുള്ള ഒരു വീഡിയോ തീർച്ചയായിട്ടും ചെയ്യുന്നതായിരിക്കും. അപ്പോൾ എന്തായാലും ഒഴിവുകളുടെ റിപ്പോർട്ടിംഗ് ഒരു പ്രശ്നം തന്നെയാണ്. അതിൽ വൈകരുതെന്നാണ് മന്ത്രി പറയുന്നത്. അതുപോലെ തന്നെ ഭൂമിയുടെ തരം മാറ്റം 123 പേർ കൂടി താൽക്കാലിക നിയമനം. കേരളത്തിൽ താൽക്കാലിക നിയമനം എന്ന് അവസാനിപ്പിക്കുന്നു അന്ന് ഉദ്യോഗാർത്ഥികളുടെ പ്രശ്നങ്ങളും പിൻവാതിൽ നിയമനവും ഒക്കെ അവസാനിക്കും. അതുവരെ പ്രശ്നങ്ങൾ നടന്നുകൊണ്ടേയിരിക്കും. അതുപോലെ നിങ്ങൾ കണ്ടിട്ടുണ്ടാവും PSCയുടെ പേരിൽ വ്യാജക്കത്ത്, ലക്ഷങ്ങളുടെ ജോലി തട്ടിപ്പ്. അന്തസ് വേണം മനുഷ്യനായാൽ, അത്രേ എനിക്ക് പറയാനുള്ളൂ. കാര്യം ഈ പറയും പോലെ ഈ ഇരുന്ന് പഠിച്ച് ഉറക്കമില്ലാതെ പഠിച്ച് കഷ്ടപ്പെട്ട് ജോലി വാങ്ങുന്നവരെ മണ്ടന്മാരാക്കുന്ന പരിപാടികൾ ആരും ചെയ്യരുതെന്നേ പറയാനുള്ളൂ. എല്ലാവരും കഷ്ടപ്പെട്ട് തന്നെയാണ് ജോലി ചെയ്യുന്നത്. നിങ്ങൾ ഈ വ്യാജക്കത്തുണ്ടാക്കാൻ കഷ്ടപ്പെടുന്നതിന്റെ 1/3 എഫേർട്ട് നിങ്ങളൊന്ന് പഠിക്കുന്നതിൽ കാണിച്ചിരുന്നെങ്കിൽ നിങ്ങൾക്ക് ഇന്ന് അന്തസ്സായിട്ട് നിങ്ങൾക്ക് സർക്കാരിന്റെ ഉത്തരവോടുകൂടി നിങ്ങൾക്ക് ജോലി കയറായിരുന്നു. എന്തിനാണ് ഇമാതിരി പരിപാടിക്കൊക്കെ പോകുന്നത് അല്ലെ? അപ്പൊ എന്തായാലും നമുക്ക് നോക്കാം. അടുത്ത യൂണിവേഴ്സിറ്റി LGSന്റെ അവസാനഘട്ട പരീക്ഷയ്ക്ക് 680 പരീക്ഷാ കേന്ദ്രങ്ങൾ എന്ന് പറയുന്നു. ആദ്യത്തെ 3 ഘട്ടം പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് ഈ ഒരു ഘട്ടത്തിലും അവസരം കൊടുക്കുന്നുണ്ട്. വളരെ നല്ല കാര്യം തന്നെയാണ്. ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. ആദ്യത്തെ 1, 2, 3 ഘട്ടങ്ങളിൽ പരീക്ഷ എഴുതാൻ കഴിയാത്തവർക്ക് നിങ്ങളുടെ തേർഡ് ഫേസിലേക്ക് പരീക്ഷ എഴുതാനായിട്ട് പറ്റും കേട്ടോ. ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ സ്ക്രൈബ് അപേക്ഷ 7 ദിവസം മുമ്പ് വരെ എന്നാണ് പറയുന്നത്. വെച്ചാൽ ഭിന്നശേഷിക്കാരായിട്ടുള്ള ഉദ്യോഗാർത്ഥികൾക്ക് വേണ്ടിയിട്ട് 40% മേലെ വയലുള്ളവരാണ് ഭിന്നശേഷിക്കാരായിട്ട് കണക്കാക്കുന്നത്. സ്ക്രൈബിന് ആവശ്യമുണ്ടെങ്കിൽ പരീക്ഷയ്ക്ക് 7 ദിവസം മുമ്പ് എന്ത് ചെയ്യാം, ദേവസ്വം റിക്രൂട്ട്മെന്റ് ബോർഡിന്റെ ഓഫീസിൽ ഇമെയിൽ മുഖേന അപേക്ഷിക്കാന്നാണ് പറയുന്നത്. അപ്പോൾ ആ കാര്യം നിങ്ങൾ ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ ഒക്ടോബറിലെ PSCയിലേക്കുള്ള ഇന്റർവ്യൂ പ്രോഗ്രാംസ് ആയിട്ടുണ്ട്. ഏതൊക്കെയാണെന്ന് ഇവിടെ കൊടുത്തിട്ടുണ്ട്. ആവശ്യമുള്ളവർ ജസ്റ്റ് എന്ത് ചെയ്യുക, നിങ്ങളൊന്ന് സ്ക്രീൻഷോട്ട് എടുത്ത് വായിച്ചു നോക്കുക. അതുപോലെ തന്നെ 20 തസ്തികയിലേക്കുള്ള ഷോർട്ട് ലിസ്റ്റ് വരുന്നുണ്ട്. അതിൽ സിവിൽ പോലീസ് ഓഫീസറിന്റെ തസ്തിക വരുന്നുണ്ട്. കൂടാതെ KSEBയിലേക്കുള്ള പബ്ലിക് റിലേഷൻ ഓഫീസർ, സിവിൽ സപ്ലൈസ് കോർപ്പറേഷൻ ജൂനിയർ മാനേജർ, അതുപോലെ തന്നെ വിദ്യാഭ്യാസ വകുപ്പിലേക്കുള്ള മ്യൂസിക് ടീച്ചർ, സപ്പോർട്ടിംഗ് ആർട്ടിസ്റ്റ്, ഇൻഡസ്ട്രീസ് ആൻഡ് കൊമേഴ്സിലേക്കുള്ള ഫെസിലിറ്റി സർവീസ് സെന്ററിലേക്കുള്ളത്, അങ്ങനെ ഒരുപാട് തസ്തികയിലേക്കുള്ള 20 എന്ത് വരുന്നുണ്ട്, നമ്മുടെ ഷോർട്ട് ലിസ്റ്റുകൾ നിലവിൽ വരാനായിട്ട് പോകുന്നുണ്ട്. അതുപോലെ 6 തസ്തികയിലേക്കുള്ള സാധ്യതാ ലിസ്റ്റുകൾ കൂടി നമ്മുടെ നിലവിൽ കേരള PSCയിൽ പബ്ലിഷ് ചെയ്യുന്നുണ്ട്. ഓക്കെ, അതുപോലെ തന്നെ കേരള PSCയുടെ ഏറ്റവും പ്രധാനപ്പെട്ട PSC അഡ്വൈസ് അപ്ഡേറ്റുകളെ കുറിച്ച് ഇതിനകത്ത് പറയുന്നുണ്ട്. അതിനകത്ത് നമ്മുടെ ഫയർ ഓഫീസറിന്റെ വരുന്നുണ്ട്, LGS മലപ്പുറം, അതുപോലെ തന്നെ LGS കോഴിക്കോടിന്റെയൊക്കെ അഡ്വൈസുകൾ പോകുന്നുണ്ട്. LP സ്കൂൾ ടീച്ചറിന്റെ മലപ്പുറം ജില്ലയുടെ അഡ്വൈസുകളും പോയിക്കൊണ്ടിരിക്കുകയാണ്. അതുപോലെ തന്നെ ഈ ആഴ്ച നടത്തിയിട്ടുണ്ടായിരുന്ന PSC പരീക്ഷകളെ കുറിച്ചും ഇന്റർവ്യൂസിനെ കുറിച്ചും കൂടി പറയുന്നുണ്ട്. അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങൾ തന്നെയാണ് നമ്മുടെ ഈ ഒരു വാർത്തയ്ക്കകത്ത് അല്ലെങ്കിൽ ഈ ഒരു വീഡിയോക്കകത്ത് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ നിങ്ങൾ ഈ ഒരു കാര്യം ശ്രദ്ധിക്കുക. നമ്മുടെ ഫയർമാന്റെ ഡിജിറ്റൽ നോട്ട്സ് എന്തായാലും നിങ്ങൾക്ക് ഉപകാരപ്പെടുന്നതാണ്. നമ്മുടെ യൂട്യൂബിൽ എടുക്കുന്ന ക്ലാസിന്റെ ഫോളോ അപ്പ് ആയിട്ടുള്ള ക്ലാസ് ആയാലും മോഡൽ എക്സാം ആയാലും മോക്ക് ടെസ്റ്റ് ആയാലും ഈ ഒരു നോട്ട് സെക്ഷനകത്ത് ഉൾപ്പെടും. എന്തായാലും നിങ്ങൾക്ക് ഫയർമാൻ പരീക്ഷ എഴുതുന്ന എല്ലാവർക്കും യൂസ്ഫുൾ ആയിരിക്കും. അപ്പോൾ ആ കാര്യം കൂടി നിങ്ങളൊന്ന് ശ്രദ്ധിക്കുക. 100 രൂപ മാത്രമേ ഉള്ളൂ. നിങ്ങൾ ഒരു ബിരിയാണി കഴിക്കുന്ന പൈസ പോലും ആവുന്നില്ല. അപ്പോൾ എന്തായാലും യൂസ്ഫുൾ ആവും. അങ്ങനെ ആവശ്യമുണ്ട് എന്നുണ്ടെങ്കിൽ ഞാൻ ഈ പറയുന്ന ഈ മുകളിൽ കൊടുത്തിട്ടുള്ള ഈ ഒരു നമ്പറിൽ നിങ്ങൾ എന്ത് ചെയ്യുക, ഈ ഒരു പേയ്മെന്റ് ചെയ്തിട്ട് എൻ്റെ സ്ക്രീൻഷോട്ട് അയച്ചാൽ നിങ്ങൾ ആ ഒരു ഗ്രൂപ്പിലേക്ക് നിങ്ങൾ ആഡ് ചെയ്യും. അവിടെ നിങ്ങൾക്ക് PDF കാര്യങ്ങളൊക്കെ അവൈലബിൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും ഇത്രയും കാര്യങ്ങളൊക്കെ തന്നെയാണ് ഈ ഒരു വീഡിയോക്കകത്ത് പറയാനായിട്ട് ഉദ്ദേശിച്ചിട്ടുണ്ടായിരുന്നത്. അപ്പോൾ വീഡിയോ ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക. നമ്മുടെ PSC അപ്ഡേറ്റുകൾക്ക് വേണ്ടിയിട്ടുള്ള നമ്മുടെ PSC അപ്ഡേറ്റ്സ് നോളജ് ഫാക്ടറി എന്ന് പറയുന്ന ഒരു ചാനൽ കൂടി സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബട്ടൺ കൂടി എനേബിൾ ചെയ്യാനായിട്ട് മറക്കരുത്. ഏറ്റവും പ്രധാനപ്പെട്ട PSC അപ്ഡേറ്റുകളൊക്കെ അതിനകത്തും നമുക്ക് ഇനി ലഭിക്കുന്നതായിരിക്കും. ഓക്കെ, അപ്പോൾ എന്തായാലും പുതിയൊരു വീഡിയോ ക്ലാസ്സൊക്കെ ആയിട്ട് നമുക്ക് ഉടനെ തന്നെ കാണാം. അതുവരേക്കും എല്ലാവർക്കും ബൈ ബൈ, ഗുഡ് ബൈ, ടേക്ക് കെയർ.